Hey guys, welcome back to my channel. അപ്പം ഗോഡ്സില എക്സ് കോങ് ഒഫീഷ്യൽ ട്രെയിലർ 2 വന്നിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഫസ്റ്റ് ട്രെയിലർ തന്നെ കുറച്ച് സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പം സെക്കൻഡിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഐ എം റിയലി എക്സൈറ്റഡ്. സോ ലെറ്റ്സ് ഗോ ടു ദ റിയാക്ഷൻ. For centuries, there was harmony. Oh. The Titans were the guardians of nature, and the great apes became the protectors of humanity. ഇത് ഇമോഷണൽ. കോങ്ങിന്റെ ഒരു രക്ഷയില്ല മോനെ. ഓ, സ്കാർ. We've discovered a signal. She can feel it. Kong, Godzilla, they can feel it too. Something is coming. Something even they're afraid of. You feel like going for a ride? Thought you'd never ask. Try not to swallow your tongue. What? Oh my God! Is that a mini Kong? എന്റെ മോനെ. Oh my God. That's not just a signal. That's a call for war. ഓ, സ്കാർ മോനെ. ഓ മോനെ, അത് സ്കാറാണ്. അന്യ സാധനമാണ്, ഏപ്പിൻ്റെ വർഗത്തിൽ പറഞ്ഞ സാധനമാണ്. അത് കോങ്ങിന് ഓൾറെഡി അറിയാം ഈ സംഭവത്തെ പറ്റി. നിങ്ങൾ എന്തായാലും മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ സീരീസ് വന്നിട്ടുണ്ട്. അത് ഇറങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. മസ്റ്റ് വാച്ചാണ്. ഓക്കെ, അത് കണ്ടിട്ടേ നിങ്ങൾ ഇത് കാണാൻ വേണ്ടി പോവാവും. മസ്റ്റ് വാച്ചാണ് മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റർ. ആ സീരീസ് കണ്ടിട്ട് ഇത് കാണാൻ വരണം. കാരണം ഒരുപാട് സ്ഥലങ്ങൾ സ്കാറിൻ്റെയൊക്കെ ഇൻട്രോ വരുന്ന സ്ഥലമൊക്കെ ഓൾറെഡി അതിൽ കാണിക്കുന്നുണ്ട്. മീൻസ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കാണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ കുറച്ച് കാര്യങ്ങളുണ്ട് ഗോഡ്സിലെ പറ്റിയും കോങ്ങിനെ പറ്റിയും ഗോഡ്സിലെ പറ്റി കൂടുതൽ ഡീപ്പായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. അടിപൊളി VFX ആണ്, അടിപൊളിയാണ്. ഇതുമായിട്ടെല്ലാം ഒരു ബന്ധമുണ്ട് സംഭവത്തിന്. എന്താ പറയുക, ഒരു യൂണിവേഴ്സ് തന്നെയാണ്. മസ്റ്റ് വാച്ചാണ്. ഓക്കെ, ആ മറക്കരുത്, പ്ലീസ് ഗോ വാച്ച്. അത് കണ്ടിരിക്കണം മൊണാർക്ക്. What is that? ഷിമു എൻ്റെ മോനെ, അത് അന്യാസമാണോ? അത് ടൈറ്റൻ ഷിമു ആണ്. ഷിമു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഗോഡ്സില അതിനെ ഡിഫീറ്റ് ചെയ്ത് ഭൂമിയിൽ അടിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതും മിക്കവാറും വരുന്നത് മറ്റേ മൊണാർക്ക് ഈ പറഞ്ഞ സീരീസിനകത്ത് കാണിക്കുന്നുണ്ട്. ആ സ്ഥലം അതിനകത്ത് എവിടെയാണ് ഗോഡ്സില ഈ ഷിമുവിനെ താഴ്ത്ത് വെച്ചിട്ടുള്ളത്, മീൻസ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഷിമു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗോഡ്സിലേക്കാളും ഭയങ്കര ഹൈറ്റാണ്, ഭയങ്കര പവർഫുള്ളാണ്. ഗോഡ്സിലേക്കാട്ടിലും ഹൈറ്റും വെയിറ്റും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഗോഡ്സിൽ പോലും വീണ്ടും മുട്ടാൻ പോലും വെച്ചിട്ട് പേടിയുള്ള സാധനമാണ് ഷിമു എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അന്യാസമാണ് എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കറിയാം എന്തെങ്കിലും ഹിഡൻ സാധനം ഇത് വെച്ചിട്ടുണ്ടെന്ന് കാര്യം ഉറപ്പാണ്. നേരത്തെ മെക്കാ ഗോഡ്സിലേനെ ഇതേപോലെ ഹൈഡ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരിപ്പം അത് പുറത്ത് വിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഫേസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് പക്കയായിട്ട് അത് ഷിമു തന്നെ ആയിരിക്കും. പിന്നെ ഷിമുവിന് അങ്ങനെ പെട്ടെന്ന് കോങ്ങിനൊന്നും ഒരിക്കലും ഡിഫീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര പുറമുണ്ട്. ഗോഡ്സിലേക്ക് മാത്രമേ പിടിച്ചിരിക്കാനും കേട്ടുള്ളൂ അറ്റ്ലീസ്റ്റ്. Can't stop this on his own. He won't be alone. ഓ മോനെ, പൊളി രോമാഞ്ചം. The last
two met up. It was almost the end of Kong. They don't have to like each other. They just have to work together. ഓ എൻ്റെ മോനെ പല്ലിൻ്റെ സൈസ്. We've made some minor augmentations. Oh, ഓ പുതിയ ആർമർ കൊടുത്തല്ലേ. സിമ്പിൾ. അപ്പോൾ എന്തായാലും ഷിമൂന് ഡിഫീറ്റ് ചെയ്യാൻ കോങ്ങിന് പറ്റത്തേ ഇല്ല. ഇവർ രണ്ടും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും എനിക്ക് തോന്നുന്നത് സ്കാർ ആയിരിക്കണം മിക്കവാറും ഷിമൂന കൊണ്ടുവരുന്നത്. എവിടെ നിന്നോ മീൻസ് ഷിമൂന കുടന്നുകൊണ്ട് എടുക്കുന്നത് മിക്കവാറും സ്കാർ ആയിരിക്കും, ഈ ഏപ്പ് കുരങ്ങനായിരിക്കും. ഈ ഏപ്പ് കുരങ്ങനെ പറ്റി കൂടുതൽ കണ്ടു. പക്ഷേ സ്കാറിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കോമിക്കിലാണെന്ന് പറഞ്ഞാൽ അവിടെ കേട്ടിട്ടുണ്ട്. ഭയങ്കര സാധനമാണ്. ഗോഡ്സിലെ ഓരോ പ്രാവശ്യം ഡിഫീറ്റ് ചെയ്ത് അടിയിലിട്ട്, അതും ഒരു വിധത്തിലാണ് കഷ്ടപ്പെട്ട് ഡിഫീറ്റ് ചെയ്തിട്ട സാധനമാണ്. സോ അതിനിപ്പം വീണ്ടും സ്കാറായിരിക്കും മിക്കവാറും പുറത്ത് കൊണ്ടുവരാൻ നോക്കുന്നത്. കൊണ്ടുവന്നിട്ടുണ്ട്. ശരിയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ ഷിമു ഉണ്ടെങ്കിൽ വേറെ ലെവൽ സാധനമായിരിക്കും. ഫൈറ്റൊക്കെ അടിപൊളിയായിരിക്കും. അവസാനത്തെ 8 മിനിറ്റ് കണ്ട ഇവരും 3-4 നമ്മൾ ഒരു മാച്ച് മാത്രമേ ഉള്ളൂ. ഹ്യൂമൻസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. 8 മിനിറ്റോ 10 മിനിറ്റോ കണ്ടോ. ഓ അടിപൊളിയാണ്. ബ്രേക്ക് ടേക്കിംഗ് മൂവ്മെന്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. റിയലി എക്സൈറ്റഡ്. എന്തായാലും മാർച്ചിലാണ്, മാർച്ച് 29 എന്തായാലും ഒരു അന്യായ സാധനം തന്നെയായിരിക്കും, അന്യായ സാധനം. പിന്നെ ഗോഡ്സില -1 ഇപ്പൊ എന്താണെന്ന് ഒരു പിടുത്തമില്ല. അതും ഹ്യൂജ് മിസ്സാണ്. നെറ്റ്ഫ്ലിക്സിൽ വരുമെന്ന് പറഞ്ഞ് ഇതുവരെയായിട്ടും കണ്ടില്ല. ഇനി എന്ന് വരുമോ എന്തോ. എന്തായാലും ഞാൻ വീണ്ടും പറയാം, മറ്റേ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റർ സീരീസ് കാണാത്തവർ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അത് കണ്ടിട്ട് ഇത് കാണാൻ വരാവും. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.